ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓർമ്മകളുടെ 1000 പൂക്കളവുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി വരവായി. കേരളീയ തനിമ തൊട്ടുണർത്തുന്ന മലയാളികളുടെ ഹൃദയത്തെ പൂക്കളം കൊണ്ട് തീർക്കുന്ന നാവിൽ രുചിയേറിയ വിഭവങ്ങളുമായി ഈ പൊന്നോണത്തെ വരവേൽക്കാം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ആയുരാരോഗ്യത്തിൻ്റെയും നിറവോടെയുള്ള ഒരു ഓണം ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഓണസദ്യ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് സദ്യ ഒരുക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവരും കൂടി ഓണസദ്യ ഒരുക്കുന്നത് ഒരു ആഘോഷം തന്നെയായിരുന്നു. അണുകുടുംബങ്ങളിലേക്ക് ഓരോരുത്തരും ചേക്കേറിയതോടെ ഓണത്തിൻ്റെ പ്രൗഢി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ ഒരുക്കി നമുക്കും ഓണം ഗംഭീരമാക്കാം. ചെറിയ ഒരു സദ്യയാണ് ഇന്ന് നമ്മൾ ഒരുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമ്മൾക്ക് സാമ്പാറിനും ഇഞ്ചിപ്പുളിക്കും രസത്തിനുമുള്ള പുളി ചുടുവെള്ളത്തിൽ കുതിർക്കാനിടാം. അതുപോലെ തേങ്ങ ചിരവി വയ്ക്കാം. പച്ചക്കറി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വയ്ക്കാം. ഈ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് സദ്യ ഒരുക്കാം. ആദ്യം നമ്മൾക്ക് കുടിക്കുവാനുള്ള ജീരകവെള്ളം തിളപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം അരി കഴുകി കുക്കറിൽ വെള്ളവും ചേർത്ത് വേവിക്കാം. കുക്കറിൽ അരി വേവിക്കുമ്പോൾ 1:4 എന്ന അനുപാതത്തിൽ വെള്ളം വെച്ചാൽ മതി. പൊന്നിയരിയാണെങ്കിൽ 1 വിസിൽ വന്നതും ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ പച്ചവെള്ളം കുറച്ചൊഴിച്ച് വാർക്കാം. സമയവും ഗ്യാസും ലാഭം. വളരെ പെട്ടെന്ന് ചോറ് തയ്യാറാക്കിയെടുക്കാം. കറികൾ തയ്യാറാക്കിയ ശേഷം ചോറ് വെച്ചാലും മതി. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ച പാലക്കാടൻ സാമ്പാറാണ്. ഇനി നമ്മൾക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. 1 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വെള്ളം ആവശ്യത്തിനൊഴിച്ച് കൂടെ 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. പരിപ്പ് തിളച്ച് പുറത്തു വരാതിരിക്കാനുള്ള ട്രിക്കാണിത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് അടച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞ് വെള്ളത്തിലിടാം. നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങ്, മത്തൻ, കുമ്പളങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്ക എന്നിവയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികൾ യൂസ് ചെയ്യാം. വെണ്ടയ്ക്ക ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണയിൽ വഴറ്റിയതിനു ശേഷം ചേർക്കുക. വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പുള്ളത് കൊണ്ടാണ് വഴറ്റി ചേർക്കുന്നത്. ഇനി സാമ്പാറിന് വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. കട്ടിക്കായം, കൊത്തമല്ലി, കടലപ്പരിപ്പ്, ഉലുവ, വറ്റൽമുളക്, തേങ്ങ എന്നിവയാണ്. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ പെരുങ്കായം വറുത്തെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വീർത്ത് വരുമ്പോൾ കോരി മാറ്റുക. ഇത്ര കായം സാമ്പാറിന് ആവശ്യമില്ല. വറുത്ത് വെച്ചാൽ രസത്തിനും മറ്റു കറികൾക്കും യൂസ് ചെയ്യാം. ഇനി അതേ എണ്ണയിൽ 1 സ്പൂൺ മല്ലിയും 1 സ്പൂൺ കടലപ്പരിപ്പും 1/4 സ്പൂൺ ഉലുവയും 5-6 വറ്റൽമുളകും ചേർത്ത് സിമ്മിൽ വറുക്കുക. എല്ലാം മൂത്ത് നല്ല മണം വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് വറുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. കരിയാതെ സിമ്മിൽ ചുവക്കെ വറുത്തുകോരി ഒരു പ്ലേറ്റിൽ നിരത്തി തണുക്കുവാൻ വയ്ക്കുക. നമ്മൾ ആദ്യം വറുത്ത് വെച്ച കായം കൂടി ചേർത്ത് അരയ്ക്കണം. ഇനി സാമ്പാറിനുള്ള പച്ചക്കറികൾ കഴുകി ഒരു ചട്ടിയിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമായ വെള്ളവും ചേർത്ത് അടച്ച് വേവിക്കുക. പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം നമ്മൾ തണുക്കാൻ വെച്ച മസാല മിക്സിയിലിട്ട് അരച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ച കുക്കർ ഇപ്പോൾ തുറന്ന് അതിൽ നിന്നും കുറച്ച് വെള്ളത്തോടു കൂടി പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രസത്തിന് ഉപയോഗിക്കാനാണ് ഇത്. ഇനി ബാക്കിയുള്ള പരിപ്പിൽ നിന്നും കുറച്ച് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇത് നെയ്യ് ചേർത്ത് ഇലയിൽ വിളമ്പാനാണ്. പാലക്കാട് സദ്യയിൽ പരിപ്പും നെയ്യും കൂടിയാണ് വിളമ്പാറ്. ഈ പരിപ്പിൽ ഉപ്പ് വേണ്ടവർക്ക് ചേർക്കാം. ഇലയിൽ നമ്മൾ ഉപ്പ് വയ്ക്കുമല്ലോ, അതിൽ നിന്നും വേണ്ടവർക്ക് ചേർത്ത് ഉപയോഗിക്കാം. ചോറും പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയാണ് കഴിക്കാറ്.
ബാക്കിയുള്ള പരിപ്പ് ഉടച്ച് മാറ്റിവെക്കാം. ഇത് സാമ്പാറിൽ ചേർക്കാനാണ്. കഷ്ണങ്ങൾ ഈ സമയം കൊണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സാമ്പാറിൽ തക്കാളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുളി ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. പുളിയുടെ പച്ചച്ചുവ മാറുവാൻ 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ച് തിള വരുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കാം. കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാൻ മറക്കരുത്. ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാതെ ചേർക്കുക. 1 സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. സാമ്പാർ തിളച്ച് നല്ല മണം വരുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് വാങ്ങുക. ഇനി സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. ഇതിനൊരു കടായിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സാമ്പാറിന് മുകളിൽ ഒഴിച്ച് ഇളക്കാതെ അടച്ചു വയ്ക്കുക. നല്ല രുചിയുള്ള പാലക്കാടൻ വറുത്തരച്ച സാമ്പാർ റെഡി. ഇതിൽ നേരിയ വ്യത്യാസത്തോടെയാണ് പലരും സാമ്പാർ ഉണ്ടാക്കുന്നത്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ്. തൂശനിലയിൽ ആവി പൊങ്ങുന്ന ചോറിനും തൊടുകറികൾക്കുമൊപ്പം വിളമ്പുന്ന അവിയൽ ഏത് ഭക്ഷണപ്രേമിയുടെയും നാവിൽ വെള്ളമൂറാൻ അതിൻ്റെ ഗന്ധം തന്നെ ധാരാളം. പലതരം പച്ചക്കറി കഷ്ണങ്ങൾ ആകെ ഒരു അവിയൽ പരുവത്തിൽ ആയ ഈ വിഭവത്തിൻ്റെ പിറവിക്കഥകൾ പലതുണ്ട്. അതിലെ കഥാപാത്രങ്ങളാവട്ടെ ഓമനത്തിങ്കൾ കിടാവോ പാടി സ്വാതി തിരുനാളിനെയും പിന്നീട് മലയാളക്കരയെയും ഉറക്കിയ മഹാകവി ഇരയിമ്മൻ തമ്പി മുതൽ സാക്ഷാൽ ഭീമസേനൻ വരെയുള്ളവരും. ഭീമനാണ് ആദ്യം അവിയലുണ്ടാക്കിയതെന്നൊരു കഥയുണ്ട്. കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ അവിയലുണ്ടെങ്കിലും അതിൻ്റെ ചേരുവകളിലും രുചികളിലും വ്യത്യാസമുണ്ട്. നമ്മുടെ പാടത്തും പറമ്പിലുമുള്ള മിക്ക പച്ചക്കറികളും അവിയലിലുണ്ട്. പച്ചക്കായ, ചേന, ചേമ്പ്, മുരിങ്ങക്കായ, പയർ, പടവലങ്ങ, വെള്ളരിക്ക, മത്തൻ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, പച്ചമുളക്, കറിവേപ്പില എന്നിങ്ങനെ പോകുന്നു ചേരുവകൾ. തേങ്ങ അരച്ചു ചേർത്താണ് കൂട്ട്. തൈരും ചേർക്കും. ചിലയിടത്ത് തൈരിനു പകരം പുളിയോ പച്ചമാങ്ങയോ ചേർക്കാറുണ്ട്. പോഷക സമൃദ്ധമായ വിഭവമാണ് അവിയൽ. കലോറി കുറവുള്ള ഈ വിഭവത്തിൽ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഒരു ഉരുളിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അടച്ച് സിമ്മിൽ വേവിക്കുക. പച്ചക്കറികൾ വേവുന്ന സമയം നമ്മൾക്ക് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 2 പച്ചമുളകും അരമുറി തേങ്ങ ചെരുവിയതും 1/4 സ്പൂൺ ജീരകവും ചേർത്ത് വെള്ളമൊഴിക്കാതെ തരുതരിപ്പായി അടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് ഇളക്കി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കാതെ അടച്ചു വയ്ക്കുക. അവിയലിലേക്ക് പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണമിറങ്ങാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സദ്യയിലെ സ്വാദിഷ്ടമായ അവിയലും റെഡി. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഇതിന് ഇഞ്ചി തോൽ കളഞ്ഞെടുക്കുക. ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായ സാധനങ്ങൾ: കറിവേപ്പില, കായം, വറ്റൽമുളക്, നല്ലെണ്ണ, കടുക്, പൊടിയായി അരിഞ്ഞ 100 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, 1 സ്പൂൺ കടലപ്പരിപ്പ്, ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചുടുവെള്ളത്തിൽ കുതിർത്തത്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി എന്നിവയാണ്. ആദ്യം ഗ്യാസ് കത്തിച്ച് അടികട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. ഇനി എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി 4 ഭാഗവും തെറിക്കാതിരിക്കാൻ ഒരു പാത്രം കൊണ്ട് അടച്ചു പിടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് മുറിച്ചത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി
2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും 1/2 കപ്പ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ഇഞ്ചി വഴറ്റി പൊടിച്ചും ചേർക്കാറുണ്ട്. ഇഞ്ചി ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ പൊടികൾ ഓരോന്നായി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വഴറ്റുക. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയോ സിമ്മിൽ വയ്ക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞ് കറിയുടെ സ്വാദ് നഷ്ടപ്പെടും. വറുത്ത് വെച്ച ചെറിയ കഷ്ണം കായം കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് പിഴിഞ്ഞ പുളി അരിച്ച് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 2 അച്ച് ശർക്കര കൂടി ചേർത്ത് തിളപ്പിക്കുക. പുളി കുറുകി വരണം. ഈ സമയം നമ്മൾക്ക് ഇഞ്ചിപ്പുളിയിൽ ചേർക്കാനുള്ള ഉഴുന്നുപരിപ്പ് വറുത്തെടുക്കാം. ഇനി ഇത് മിക്സിയിലോ അമ്മിയിലോ പൊടിച്ചെടുക്കാം. അതുപോലെ 1 സ്പൂൺ ഉലുവ വെറും കടായിലിട്ട് സിമ്മിൽ വറുത്ത് പൊടിച്ചു വയ്ക്കാം. ഇഞ്ചിപ്പുളി വെള്ളം ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ ചേർക്കുക. കൂടെ 1/4 സ്പൂണിനും താഴെ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കാം. ഈ സമയം പുളിയും മധുരവും കറക്റ്റ് ആണോ എന്ന് നോക്കുക. മധുരം പോരാ എന്നുണ്ടെങ്കിൽ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും മധുരവും കൂടി കലർന്ന ഗംഭീര വിഭവം. രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന സ്വാദിഷ്ടമായ പാലക്കാടൻ ഇഞ്ചിപ്പുളിയും തയ്യാറായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഓലനാണ്. എരിവ് കുറഞ്ഞ വിഭവമായതിനാൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു. വെള്ളപ്പയർ അഥവാ ബ്ലാക്ക് ഐഡ് ബീൻസ് രാത്രി മുഴുവൻ ഏകദേശം 6 തൊട്ട് 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത പയർ ഒരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ ഗ്യാസ് ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യുക. അതിനുശേഷം കുക്കറിലെ പ്രഷർ ഇളക്കാതെ 15 മിനിറ്റ് വയ്ക്കുക. ഓലിനാവശ്യമായ പച്ചക്കറികൾ നുറുക്കിയെടുക്കാം. കുമ്പളങ്ങിൽ നിന്ന് തൊലി നീക്കം ചെയ്ത് കനം കുറച്ച് അരിഞ്ഞു വയ്ക്കുക. മത്തനും ഇതിന് ഉപയോഗിക്കാം. ഇനി ഒരു ചട്ടിയിൽ കഷ്ണങ്ങളാക്കി കുമ്പളങ്ങയും കുറച്ച് വെള്ളവും കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും 1/4 സ്പൂൺ കല്ലുപ്പും ചേർത്ത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. വെള്ളത്തിനു പകരം തേങ്ങയുടെ 2ാം പാലിൽ കഷ്ണങ്ങൾ വേവിക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് വേവിക്കുക. വെന്ത കഷ്ണങ്ങളിലേക്ക് വേവിച്ച പയർ ചേർക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 3 സ്പൂൺ പയറാണ് ചേർക്കുന്നത്. 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് തീ ഓഫ് ചെയ്ത് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് അടച്ചു വയ്ക്കുക. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും സ്വാദ് വിഭവത്തിൽ ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കും. അങ്ങനെ നമ്മുടെ ഏറ്റവും ലളിതവും പരമ്പരാഗതവുമായ ഓലൻ തയ്യാറായി. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പേരിയാണ്. ഇതിന് മറ്റു സ്ഥലങ്ങളിൽ തോരൻ എന്നാണ് പറയുക. ബീൻസും ക്യാരറ്റും ചേർത്തുള്ള ഉപ്പേരിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഓരോരുത്തരുടെ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ക്യാരറ്റ് തോൽ കളഞ്ഞതും കുറച്ച് ബീൻസ് 2 സൈഡ് മുറിച്ചു മാറ്റിയതും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. പൊടിയായി അരിഞ്ഞ കഷ്ണങ്ങളിലേക്ക് 1 കപ്പ് തേങ്ങയും 1/4 സ്പൂൺ സാദാ ജീരകവും 1 പച്ചമുളക് അരിഞ്ഞതും 5 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും ചേർത്ത് പൾസിൽ അടിച്ചെടുക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1 വറ്റൽമുളക് 3ആയി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. അടച്ചു വെച്ച് വെള്ളം ഒഴിക്കാതെ വേവിക്കുക. സിമ്മിൽ വെച്ചാൽ തന്നെ ആവിയിൽ കഷ്ണങ്ങൾ വെന്തുവരും. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. 4 മിനിറ്റ് അടച്ചു വെച്ചും 2 മിനിറ്റ് തുറന്നു വെച്ചും വേവിച്ചാൽ സ്വാദിഷ്ടമായ ബീൻസ് ക്യാരറ്റ് തോരൻ റെഡി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ തോരനും തയ്യാറായി. ഇനി നമ്മൾക്ക് വരട്ടി വെച്ച ചക്ക കൊണ്ടുള്ള ചക്കപ്രഥമൻ തയ്യാറാക്കാം. ചക്ക വരട്ടിയുടെ റെസിപ്പി ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുമല്ലോ. ആദ്യം നമ്മൾക്ക് പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച്
കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റി വയ്ക്കാം. ചക്ക വരട്ടിയിൽ ധാരാളം നെയ്യും ശർക്കരയും ചേർത്താണ് വരട്ടിയത്. എങ്കിലും 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ചക്ക വരട്ടിയത് 1 കപ്പ് ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കുക. ഉരുളിയിൽ വരട്ടിയ ചക്കയും 2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. മധുരം പോരാ എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാരയോ ശർക്കരപ്പാനിയോ ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറുകി കഴിഞ്ഞാൽ 1 കപ്പ് കട്ടി 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ 1-ാം പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആദ്യം 2 കപ്പ് 2-ാം പാൽ ചേർത്ത് കുറുക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് 1-ാം പാൽ ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുക. ജീരകം, ചുക്ക്, ഏലക്ക എന്നിവ പൊടിച്ചത് ചേർക്കുന്നില്ല. നമ്മൾ ചക്ക വരട്ടി വയ്ക്കുമ്പോൾ ഇതെല്ലാം ചേർത്തിരുന്നു. കൂടുതൽ ചേർത്താൽ ചക്കയുടെ സ്വാദ് അറിയില്ല. അതുകൊണ്ട് ഒറിജിനൽ ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വയ്ക്കാം. നല്ല കൊഴുത്ത ചക്കപ്രഥമൻ എല്ലാവരും ഉണ്ടാക്കി നോക്കി രുചിച്ച് അഭിപ്രായം പറയുമല്ലോ. ചക്ക വരട്ടി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പ്രഥമൻ തയ്യാറാക്കാൻ കഴിയും. ഇനി നമ്മൾക്ക് കുറുക്കുകാളൻ ഉണ്ടാക്കാം. ചേനയും നേന്ത്രക്കായുമാണ് ഇതിന് വേണ്ടത്. 1 കഷ്ണം ചേനയും 1 കായും തോല് കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലിടുക. മൺചട്ടിയിലാണ് നമ്മൾ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നത്. ഇനി ഈ കഷ്ണങ്ങൾ ചട്ടിയിലേക്കിട്ട് കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കുക. പച്ചക്കറികൾ വെന്തുവരുന്ന സമയം നമ്മൾക്ക് കാളനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിൽ 3 പച്ചമുളകും 1/2 സ്പൂൺ കുരുമുളകും 1/4 സ്പൂൺ ജീരകവും 1 കപ്പ് തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് നൈസായി അരയ്ക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം 1/4 ഭാഗം വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി അടച്ച് വേവിക്കുക. തൈരും പച്ചക്കറിയും ചേർത്ത് കുറുകി വരുമ്പോൾ അധികം വെള്ളമില്ലാതെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറുക്കിയെടുക്കുക. ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഇതിന് ഒരു ചെറിയ കടായിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വാങ്ങുക. മറ്റ് വിഭവങ്ങൾക്ക് കൂടി ചേർത്താണ് വറവ് തയ്യാറാക്കുന്നത്. ഒന്നിച്ച് വറുത്ത് വെച്ചാൽ മറ്റു കറികൾക്ക് ഇത് ചേർത്ത് താളിക്കാം. പണി കുറച്ചുകൂടി എളുപ്പമാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂൺ ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം കടുക് വറുത്തത് ഇട്ട് കൊടുക്കുക. നല്ല കുറുകിയ കാളൻ റെഡി. കുറച്ച് കട്ടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഈ കുറുക്കുകാളൻ 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പാലടപ്രഥമനാണ്. പാലടപ്രഥമൻ ഇല്ലെങ്കിൽ എന്തു സദ്യ. അട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പച്ചരി അരച്ച് വാഴയിലയിൽ ഒഴിച്ച് ഇല ചുരുട്ടി കെട്ടി തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. വെന്തതിന് ശേഷം ഇലയിൽ നിന്ന് അടയെടുത്ത് മുറിച്ച് പച്ചവെള്ളത്തിൽ കഴുകി യൂസ് ചെയ്യാം. നമ്മളിന്നിവിടെ ഇൻസ്റ്റൻറ്റ് അടയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളച്ച വെള്ളത്തിലേക്ക് അടയിട്ട് ഇളക്കി അടച്ച് അരമണിക്കൂർ വെച്ചാൽ അട റെഡി. വെള്ളത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ അട ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇരിക്കും. അട വെന്തു വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വയ്ക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ 1 പിടി കാഷ്യൂ നട്ട് ചേർത്ത് സിമ്മിൽ വറുക്കാം. സിമ്മിൽ വറുക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല ക്രിസ്പിയായി കിട്ടും. അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് വരുമ്പോൾ 1 പിടി ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് വറുക്കുക. മുന്തിരിങ്ങ വീർത്ത് ബാൾ പോലെയായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അടപ്രഥമൻ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓട്ടുരുളിയാണ്. ഗ്യാസ് കത്തിച്ച് ഉരുളി വയ്ക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കൊഴുത്ത 1 ലിറ്റർ പാൽ ഒഴിക്കുക. പാൽ കുറുകി വരണം. നമ്മൾ വേവിച്ചു വെച്ച അട ഊറ്റിയെടുക്കുക. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുറുകിയ പാലിലേക്ക് വേവിച്ച അട ചേർക്കുക. എടുത്തിരിക്കുന്ന പാലിനനുസരിച്ച് അട ചേർക്കണം. 1 കപ്പ് അടയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കുറുക്കുക. കുറുകി പാലെല്ലാം വറ്റി പകുതിയായാൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തത് ഇട്ട് കൊടുക്കുക. നല്ല കുറുകിയ പാലടപ്രഥമൻ എല്ലാവർക്കും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു.
പാലട ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പാലട പ്രഥമനും തയ്യാറായി. അടുത്തതായി നമ്മൾക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. തൈര് ചേർത്തുണ്ടാക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാതെയും ഉണ്ടാക്കാം. നമ്മൾ ഇന്നിവിടെ തൈര് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. ഇത് ഗ്രേറ്റ് ചെയ്തും ഉണ്ടാക്കാം. ഒരു ഉരുളിയിലേക്ക് 1/2 പൈനാപ്പിൾ അരിഞ്ഞതും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി 1 അച്ച ശർക്കര കൂടി ചേർത്ത് അടച്ച് 6 തൊട്ട് 7 മിനിറ്റ് വേവിക്കുക. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങയും 1/4 സ്പൂൺ കടുകും 1 പച്ചമുളകും ചേർത്ത് നൈസായി അരയ്ക്കുക. പൈനാപ്പിൾ വെന്ത് വെള്ളം വറ്റിയാൽ അരപ്പ് ചേർക്കുക. മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കറി നല്ലപോലെ കുറുകി വരണം. ഉപ്പ് കൂടി ചേർക്കണം. കുറുകി കട്ടിയായാൽ കടുക് താളിച്ചത് ചേർക്കുക. ഇതിൽ പഴം, മുന്തിരിങ്ങ, തക്കാളി എന്നിവ ചേർത്തും പച്ചടി ഉണ്ടാക്കാം. പഴവും തക്കാളിയും പൈനാപ്പിളിൻ്റെ കൂടെ ചേർത്ത് വേവിക്കണം. മുന്തിരിങ്ങ വാങ്ങി വെച്ചിട്ട് ചേർത്താൽ മതി. റോസ് മുന്തിരിയാണ് പച്ചടിയിൽ ചേർക്കുക. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും തയ്യാറായി. കടുക് ലേശം മാത്രം ചേർത്താൽ മതി. തേങ്ങ ഒന്ന് അരിഞ്ഞതിന് ശേഷം കടുക് ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടുകറിയാണ്. കൂട്ടുകറിക്ക് കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാനിൽ 3 വറ്റൽമുളകും 1 സ്പൂൺ കുരുമുളകും 1/4 സ്പൂൺ ജീരകവും 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുക്കുക. സിമ്മിൽ വെച്ച് വറക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വറുത്ത് ആറിയതിന് ശേഷം പൊടിക്കുക. ഈ മസാല ചേർത്ത് കൂട്ടുകറി ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ കൂട്ടുകറിക്ക് സ്പെഷ്യൽ സ്വാദായിരിക്കും. നമ്മൾക്ക് കൂട്ടുകറിക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ചേന, കുമ്പളങ്ങ, മത്തൻ, പച്ചക്കായ എന്നിവ സ്ക്വയറായി കട്ട് ചെയ്യുക. കടലപ്പരിപ്പ് ചേർത്താണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഇതിന് പകരം കുതിർത്ത വെള്ളക്കടലയോ കറുത്ത കടലയോ ഉപയോഗിക്കാം. ഈ കഷ്ണങ്ങളുടെ കൂടെ പടവലങ്ങ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുതിർത്ത 1/4 കപ്പ് കടലപ്പരിപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കല്ലുപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കുക. കൂടുതൽ വെള്ളം വെക്കരുത്. കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടാവുമ്പോൾ 1/4 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. 2 കപ്പ് തേങ്ങ നല്ലപോലെ വറുക്കുക. എരിശ്ശേരിക്കാണെങ്കിൽ തേങ്ങ ബ്രൗൺ ആവേണ്ട. കൂട്ടുകറിക്ക് സിമ്മിൽ തേങ്ങ ബ്രൗൺ കളർ വരെ വറുത്തെടുക്കണം. ഏകദേശം ബ്രൗൺ ആവുമ്പോൾ വാങ്ങി വയ്ക്കുക. വേവിച്ച കഷ്ണങ്ങളിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിൽ നിന്നും 1/4 ഭാഗം എടുത്ത് മിക്സിയിൽ അരയ്ക്കുക. ഇനി നമ്മൾക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 1 അച്ച ശർക്കരയും കൂടി ചേർക്കുക. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അടങ്ങിയ പാൻ ഗ്യാസ് കത്തിച്ച് വയ്ക്കുക. തേങ്ങ സൈഡിലേക്ക് വകഞ്ഞു മാറ്റി നടുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 സ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളിൽ അധികം വെള്ളം പാടില്ല. വെള്ളം കൂടിയാൽ അത് വറ്റി വരുവാൻ കുറച്ച് സമയമെടുക്കും. ഇനി എല്ലാം കൂടി വഴറ്റി കുറുക്കിയെടുത്താൽ രുചികരമായ സദ്യ സ്റ്റൈൽ കൂട്ടുകറി തയ്യാർ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടുത്തതായി നമ്മൾക്ക് ബീട്രൂട്ട് പച്ചടി പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാനിൽ 1 ബീട്രൂട്ട് തോല് കളഞ്ഞ് ഗ്രേറ്ററിൽ ചീകിയത് ചേർക്കുക. വളരെ കുറച്ച് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കുക. ഇത് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് വേവിക്കുക. ആകെ 6 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇനി ബീട്രൂട്ട് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 3 പച്ചമുളകും 1 തുണ്ട് ഇഞ്ചിയും 1/4 കപ്പ് തേങ്ങയും
1/4 കപ്പ് വെള്ളവും ചേർത്ത് നൈസായി അരയ്ക്കുക. അരച്ച മിശ്രിതം വെന്ത ബീട്രൂട്ടിലേക്ക് ചേർക്കുക. അരപ്പ് ചേർത്ത് ഓവർ ചൂടാക്കരുത്. 1 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് മീഡിയം പുളിയുള്ള 1/2 കപ്പ് തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ 1/2 സ്പൂൺ കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് വെച്ചിരുന്നുവല്ലോ, അത് ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ പിങ്ക് കളറിലുള്ള ബീട്രൂട്ട് പച്ചടിയും തയ്യാറായി. അത് നമ്മൾക്ക് വടുകപ്പുള്ളി നാരങ്ങ വെച്ച് പെട്ടെന്ന് ഒരു അച്ചാർ തയ്യാറാക്കാം. ഇതിനു മുമ്പ് അച്ചാറിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ അതൊന്നും കാണണേ. ഈ ഇൻസ്റ്റൻറ്റ് അച്ചാറിന് ഒരു ചെറിയ വടുകപ്പുള്ളി നാരങ്ങ, അതായത് ഗണപതി നാരങ്ങ എന്നെല്ലാം അറിയപ്പെടുന്ന നാരങ്ങ, ചെറുതായി കുരുകളഞ്ഞ് മുറിച്ച് വയ്ക്കുക. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇളക്കുക. ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്നത് കൊണ്ട് പുളിപ്പ് ബാലൻസ് ചെയ്യാൻ 2 സ്പൂൺ ശർക്കര വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കായപ്പൊടി എന്നിവ ചേർത്ത് താളിച്ചത് ചൂടോടെ നാരങ്ങയിലേക്ക് ചേർക്കാം. നമ്മുടെ അച്ചാറും നിമിഷ നേരം കൊണ്ട് തയ്യാറായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് തനി നാടൻ കുരുമുളക് രസമാണ്. ഗ്യാസ് കത്തിച്ച് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കുക. ഇതിന് ഒരു മസാല തരുതരിപ്പായി പൊടിക്കേണ്ടതുണ്ട്. ഒരു മിക്സി ജാറിൽ 1 വെളുത്തുള്ളി, 1 വറ്റൽമുളക്, 1/4 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ കൊത്തമല്ലി എന്നിവ തരുതരിപ്പായി പൊടിച്ചത് ചേർത്ത് വഴറ്റി 1 തക്കാളി കൂടി വഴറ്റി കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. 2 സ്പൂൺ പുളിവെള്ളവും ഉപ്പും ചേർത്ത് തിളച്ചു വന്നാൽ മല്ലിയില ചേർത്ത് വാങ്ങി വയ്ക്കുക. 1 കഷ്ണം ശർക്കര കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ വീഡിയോയുടെ കുറച്ച് പാർട്ട് ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായത് കാരണം കിട്ടിയിട്ടില്ല. രസത്തിൻ്റെ കുറച്ച് പാർട്സും ഇലയിൽ ചോറ് വിളമ്പുന്ന ക്ലിപ്പും കിട്ടിയിട്ടില്ല. സദയം ക്ഷമിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. കായ വറുത്തതും ശർക്കര വരട്ടുപ്പേരിയും ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. ഇനി നമ്മൾക്ക് സദ്യ വിളമ്പാം. ആദ്യം നമ്മൾക്ക് ഇലയുടെ നാക്ക് ഇരിക്കുന്ന ആളിൻ്റെ ഇടതുവശത്ത് വരുന്ന പോലെ ഇടുക. ആദ്യം ഉപ്പ് വിളമ്പാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ കായ വറുത്തതും ശർക്കര വരട്ടുപ്പേരിയും താഴെ വയ്ക്കാം. ഒരു പഴം കൂടി വെച്ച് കൊടുക്കാം. ഉപ്പിൻ്റെ അടുത്ത് ഇഞ്ചിപ്പുളി വിളമ്പാം. അതിനുശേഷം ക്യാരറ്റ് ബീൻസ് ഉപ്പേരി വയ്ക്കാം. ഇഞ്ചിപ്പുളിയുടെ തൊട്ടു താഴെ അച്ചാർ വയ്ക്കുക. ഇഞ്ചിപ്പുളിയുടെ മുകളിൽ അടമാങ്ങ വയ്ക്കാം. അടമാങ്ങയുടെ റെസിപ്പി ഇടുന്നതേ ഉള്ളൂ. തോരൻ്റെ അടുത്ത് പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഓലനും കുറുക്ക് കാളനും കൂട്ടുകറിയും അവിയലും കുടിക്കാനുള്ള ജീരകവെള്ളം കൂടി എടുത്തു വയ്ക്കാം. ബൗളിൽ സാമ്പാറും രസവും മോരും ചക്കപ്രഥമനും അടപ്രഥമനും വെച്ചു കൊടുക്കാം. ചോറ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ചില ക്ലിപ്പുകൾ എടുത്തത് സ്റ്റോറേജ് ഫുള്ളായത് കാരണം വന്നിട്ടില്ല. പപ്പടവും കുറച്ച് നാടൻ അരിക്കൊണ്ടാട്ടം കൂടി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് കൂടി വിളമ്പി ഉണ്ണാൻ തുടങ്ങാം. പൊന്നേരി ചോറും പാലക്കാടൻ മട്ടേരി ചോറും വെച്ചിട്ടുണ്ട്. ഇനി ഊണ് കഴിക്കാൻ കൈ കഴുകി വന്നോളൂ. ഇനി ഊണ് കഴിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നല്ലൊരു ഓണസദ്യ കഴിച്ചിട്ട് പോകാം. ഇന്നുണ്ടാക്കിയ ഈ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.